ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഒരു സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ്. ഇതിൽ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ കൂട്ടുകറിയേക്കാൾ കൂടുതൽ ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ബ്രൗൺ കടലയാണ് എടുത്തിരിക്കുന്നത്. അത് കുതിർത്തിയതിൻ്റെ ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വേവിച്ച് വെച്ച കടലയിലേക്ക് സോയാ ചങ്ക്സും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോയാ ചങ്ക്സ് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയതിൻ്റെ ശേഷം 2-3 പ്രാവശ്യം കഴുകിയിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് കുതിർത്തിയതിന് ശേഷം ഏതാണ്ട് ഒരു 100 ഗ്രാം ഉണ്ടായിരിക്കും. അതായത് ഏതാണ്ട് ഒരു 1.25 കപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുതിർത്തിയതിന് ശേഷമുള്ള ഒരു അളവാണ് പറയുന്നത്. കുതിർത്തിയതിന് മുമ്പ് അത്രയും അളവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അധികമാവും. അപ്പം അങ്ങനെ ചെയ്യരുത്. അതിന് ശേഷം ഒരു 1.25 കപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു 6-7 കഷ്ണം കായയാണ് എടുത്തിരിക്കുന്നത്, പച്ചക്കായ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയതിൻ്റെ ശേഷം എടുക്കുക കേട്ടോ. ചില കായയുടെ കറയ്ക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ കായ ഒരു 40 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 40 ഗ്രാം, അതായത് ഒരു 1/4 കപ്പോളം നുറുക്കിയ ചേനയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ ചേന കിട്ടാത്ത കാരണം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചേനയും കൂടിയും ചേർക്കാം, അല്ലെങ്കിൽ ബാക്കി 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചേനയും ഒരു 40 ഗ്രാം ചേർക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് വെയിറ്റ് വെച്ചിട്ടല്ല വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതായത് അടപ്പ് വെച്ചിട്ട് അടക്കിയാണ്. കുക്കറിൽ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ കടല വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ കടലയും ഒക്കെ എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടിയും ചേർത്താൽ മതി. ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. കഷ്ണം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. സാധാരണ നമ്മൾ കൂട്ടുകറിക്ക് നാളികേരം വറുത്തരയ്ക്കാറില്ല. ഈ ഒരു കറിയിൽ നാളികേരം ഒന്ന് വറുത്തിട്ട് അരയ്ക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു 1.25 കപ്പ് ചിരകിയ നാളികേരം എടുക്കുക. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ ചെറിയ ഒരു ഇതായിരിക്കും. കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ 1.25 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ചുവക്കെ അതൊന്ന് വറുത്തെടുക്കാം. ഈ പച്ചക്കറി വേവിക്കുന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അതും കൂടി ചേർത്തിട്ട് വേവിക്കണം. ഇപ്പോൾ അത് നാളികേരം ഒരുവിധം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ നമ്മൾ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1/4 ടീസ്പൂൺ കൂടി ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നാളികേരത്തിൻ്റെ കൂടെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറുക്കുക. മസാലപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറണം. പിന്നെ നിങ്ങൾക്ക് ഗരം മസാല വേണം എന്നുള്ളവർക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം അവസാനം. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഒരു ലേശം ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാലക്കറിയുടെ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടവർ മാത്രം ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നാളികേരവും പിന്നെ ചെറിയ ജീരകവും പിന്നെ ചേർത്ത മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം റെഡിയായി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക വേണ്ടു. അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ആ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർക്കുക. ഒരു 8-10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെളുത്തുള്ളിയൊന്നും അങ്ങനെ കൂട്ടുകറിയിൽ ചേർക്കാറില്ല. ഇതിലതൊക്കെ ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്തു. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം.
മസാല മൂപ്പിച്ചതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കുക. ഒരു നെല്ലിക്കയുടെ ഒരു പകുതി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താൽ മതി. പുളി ഇങ്ങനെ മീത ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ചെറിയൊരു അളവിലാണ് പുളി ചേർക്കാവൂ. വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ കേട്ടോ. പുളി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പുളി നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും സോയാ ചങ്ക്സും കായും പിന്നെ ചേന ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക, ഉപ്പും ചേർക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുള്ള വെള്ളം കൂടിയും ചേർക്കാം. അധികം ഇങ്ങനെ ചേർക്കേണ്ട, കുറച്ച് ഇങ്ങനെ തിക്കായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാല സോയാ ചങ്ക്സിലേക്കും വെജിറ്റബിൾസിലേക്കും ഒക്കെ ഒന്ന് പിടിക്കണമല്ലോ. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കാം. അധികമൊന്നും വേണ്ട, വളരെ ചെറിയ കഷ്ണം ചേർത്താൽ മതി. നമ്മൾ പുളിയൊക്കെ ചേർക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. ഇതിങ്ങനെ നല്ല കട്ടിക്കായിരിക്കും ഈ ഒരു കറി. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതാ കറിയൊക്കെ ഏതാണ്ട് റെഡി ആയിരിക്കണു. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കട്ടി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ചേർത്താൽ മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ പൊടി കിട്ടുന്നില്ല, അത് ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കുകയാണ് ചെയ്ത്. അതാകുമ്പോൾ പിന്നെ പണിയൊന്നുമില്ല, എളുപ്പമാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉണക്കമുളകും അതുപോലെ തന്നെ 1 പിടി കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ടിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ മലബാർ സ്പെഷ്യൽ കൂട്ടുകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റാണത്. ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ നല്ല സൂപ്പർ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്